അഷ്കർ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും വെറുതെ വിട്ടിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വെറുതെ വിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുടെയും ഫോൺ വരെ ചോർത്തുന്നു എന്ന് പറയുന്ന ഈ ശബ്ദരേഖ, PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖ, അത് ഒരു പോലീസുകാരൻ്റെതാണ് അല്ലേ? സ്മൃതി, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് കൈമാറിയ ശബ്ദ സന്ദേശം അഥവാ ശബ്ദത്തിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ തനിക്ക് നൽകിയ സന്ദേശമാണ് എന്ന തരത്തിലാണ് PV അൻവർ MLA ഈ ഓഡിയോ ഒന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ PV അൻവർ തന്നെ പറയുന്നുണ്ട്, ഈ ഓഡിയോയെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ഞാനല്ല, പക്ഷേ പോലീസ് അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തണം. അപ്പോൾ ഇത് MR അജിത് കുമാറിനടക്കം അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ഒരാൾ പറയുന്നത് പോലെയാണ് ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ തലവൻ, ആഭ്യന്തര വകുപ്പിന്റെ തലവൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോൺ കോളുകൾ വരെ ചോർത്തി എന്നുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുന്നു. അത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഫോൺ ചോർത്തലുകൾ നടത്തുന്നത്. അതിൽ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം ഈ ADGP അജിത് കുമാറിനൊപ്പമുണ്ട്. ഇവർ തന്നെയാണ് സ്വർണ്ണക്കടത്തിന് പിന്നിലുമുള്ളത്. ആ സംഘം സംസ്ഥാനത്തെ പലരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നു, പല നേതാക്കളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ PV അൻവർ MLA ആരോപിച്ചിരുന്നു, കേരളത്തിലെ മന്ത്രിമാരുടെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ MR അജിത് കുമാർ ചോർത്തി, MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഒരു സംഘം ചോർത്തി എന്നായിരുന്നു PV അൻവർ MLAയുടെ ആരോപണം. അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെതെന്ന് പറയുന്ന ഓഡിയോ സംഭാഷണത്തിലും സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫോൺ കോളുകൾ പോലും ചോർത്തുന്നു എന്നുള്ള അതിഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്ന ശബ്ദം എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ PV അൻവറിന് കൈമാറിയതാണ്. അത് ശബ്ദം മാറ്റം വരുത്തിക്കൊണ്ട് കൈമാറിയിരിക്കുന്നു. അത് സംസാരിക്കുന്നത് പോലീസുകാരനാണോ എന്നുള്ളത് വ്യക്തമല്ല. ആളെ തിരിച്ചറിയാതിരിക്കാൻ ശബ്ദത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കൈമാറിയിരിക്കുന്നു. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് PV അൻവറിനും അത്ര ഉറപ്പില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഫോണും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുടെ ഫോണും ചോർത്തുന്നു എന്ന ഗുരുതരമായ ആരോപണം അതിൽ വരുമ്പോൾ അതിലേക്ക് കൂടി അന്വേഷണം വേണ്ടതുണ്ട് എന്ന് കൂടിയാണ് PV അൻവർ പറയുന്നത്. ഇതിൽ തനിക്ക് ഉറപ്പില്ല എന്ന് കൂടി അൻവർ പറയുന്നുണ്ടോ അഷ്കർ? സ്മൃതി, PV അൻവർ ആ ചോദ്യങ്ങൾക്ക് കൈ കഴുകുകയാണ് ചെയ്യുന്നത്. കാരണം ഓഡിയോയുടെ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് PV അൻവറിൻ്റെ നിലപാട്. അങ്ങനെ PV അൻവർ കൈ കഴുകുമ്പോൾ പോലും ആ ഓഡിയോ സംഭാഷണം ആദ്യം മുതൽ 7 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ ഓഡിയോ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും പോലീസ് സേനയുമായി കൃത്യമായി ബന്ധമുള്ള, അതിനെക്കുറിച്ച് ആധികാരിക വിവരമുള്ള ആൾ തന്നെയാണ് ആ സംഭാഷണം നടത്തുന്നത്. കാരണം അതിൽ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട്, മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണങ്ങളിലും അതിലെ ഉത്തരവാദികളില്ലെങ്കിൽ അതിൻ്റെ നാൾ വഴികൾ കൃത്യമായി പറയുന്നുണ്ട്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സരിത നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതേ സംഭാഷണത്തിൽ PV അൻവർ പുറത്തുവിട്ട ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ADGP അജിത് കുമാറിൻ്റെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ് ഈ സാമ്പത്തിക ഇടപാടുകളുടെ പിന്നിലടക്കം. ADGP അജിത് കുമാർ എങ്ങനെയാണ് സ്വർണം കടത്തുന്നത്, ആ സ്വർണ്ണക്കടത്ത് വരുന്നതിന് രൂപം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഗൾഫിലുള്ള വിദേശത്തുള്ള സ്വർണ്ണ ഇടപാടുകളിൽ നിന്നും എങ്ങനെ ADGP അജിത് കുമാർ വിവരങ്ങൾ ശേഖരിക്കുന്നു, എങ്ങനെ സ്വർണം കടത്തുന്നു, എങ്ങനെ അതിൽ പങ്ക് പറ്റുന്നു, അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അതിൻ്റെ രീതികൾ എങ്ങനെയാണ്, മലപ്പുറം SP സുജിദാസിൻ്റെ അതിലെ പങ്ക് എന്താണ് അടക്കമുള്ള ആ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ റൂട്ടടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ഓഡിയോ സംഭാഷണം. മാത്രമല്ല ADGP അജിത് കുമാറുമായി അദ്ദേഹം ബന്ധമുള്ള മുജീബ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലും അതിലുമുണ്ട്. അത്തരത്തിൽ അജിത് കുമാറിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി അറിയുന്ന, സോളാർ കേസിനെ കുറിച്ചും മറുനാടൻ മലയാളിയുടെ കേസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലിനെ കുറിച്ചും SP സുജിദാസിനെ കുറിച്ചും അടക്കം കൃത്യമായി പോലീസ് സേനയിലെ കഴിഞ്ഞ നാൾ വഴികളെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാളുടെ ഓഡിയോ സംഭാഷണം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കാരണം ഇതിൽ MR അജിത് കുമാർ ഒറ്റയ്ക്കല്ല എന്നും IPS ഉദ്യോഗസ്ഥരുടെ സംഘം ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുമുള്ള കാര്യമാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത്. അതിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമ്പോൾ നിലവിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബറ്റാലിയന്റെ ചുമതല ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്
ഇതാണോ ഇപ്പോൾ MR അജിത് കുമാറിനെതിരായ നടപടി എന്ന സംശയമാണ് അവിടെ ഉയരുന്നത്. അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു എന്നടക്കമുള്ള വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഇതിലിനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് എന്നതിൻ്റെ സൂചനകളിലേക്കാണ് എത്തുന്നത്.